ഹലോ ഡിയേഴ്സ്. പുതിയ FIUGP സിലബസിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോമൺ ഇംഗ്ലീഷ് പേപ്പറിൻ്റെ പേര് AEC2 എന്നാണല്ലോ. അത് എല്ലാവർക്കും, അതായത് സയൻസിന് വേറെയാണ്, ഹ്യൂമാനിറ്റീസിന് വേറെയാണ്, ലാംഗ്വേജിന് വേറെയാണ്. ഇവിടെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് സയൻസ് AEC2വിലുള്ള ഒരു ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് CV രാമൻ ആസ് എ സയൻസ് കമ്മ്യൂണിക്കേറ്റർ, എ ഹിസ്റ്ററിക്കൽ പെർസ്പെക്റ്റീവ്. ഇതിൽ CV രാമൻ എങ്ങനെ ഒരു നല്ല സയൻസ് കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നു എന്നുള്ളതാണ് ഓതർ GV പവൻകുമാർ പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു CV രാമൻ, അതായത് എന്തൊക്കെയാണ് CV രാമൻ്റെ ഒരു പ്രൊഫൈൽ നോക്കാം. ഹി വാസ് ബോൺ ഇൻ 1888 ഇൻ തമിഴ്നാടു, ഇന്ത്യ. ഡിസ്പ്ലേഡ് ആൻ ഏർലി ആപ്റ്റിറ്റ്യൂഡ് ഫോർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. ചെറുപ്പത്തിലെ സയൻസിനോടും മാത്സിനോടും വല്ലാത്ത ഒരു അഭിരുചി ഉണ്ടായിരുന്നു നമ്മുടെ CV രാമന്. Held prestigious positions such as professor at University of Calcutta and later director of the Indian Institute of Science, that is IISc. CV രാമൻ ജീവിതകാലത്ത് വഹിച്ച പദവികളെ പറ്റിയാണ് പറയുന്നത്. അതായത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഡയറക്ടറായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് CV രാമൻ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ദ രാമൻ ഇഫക്റ്റ്. എന്താണ് ഈ രാമൻ ഇഫക്റ്റ്? രാമൻ ഇഫക്റ്റ് പറഞ്ഞു വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് വിത്ത് എ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഡിസ്കവേർഡ് ബൈ രാമൻ ഇൻ 1928. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും CV രാമൻ ഒരു ദിവസം ഇങ്ങനെ കടലിലൂടെ, മെഡിറ്ററേനിയൻ സീയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഹി വാസ് ഗോയിങ് ടു യൂറോപ്പ്. അപ്പോൾ ആ സമയത്ത് മൂപ്പര് ഇങ്ങനെ കപ്പലിൻ്റെ പുറത്ത് വന്ന് നോക്കി. അന്ന് കപ്പലായിരുന്നല്ലോ. കപ്പലിൻ്റെ പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഹി വാസ് വെരി മച്ച് ഫാസിനേറ്റഡ് ബൈ ദ കളർ ഓഫ് ദ സീ. ഓക്കെ, അപ്പോൾ അങ്ങനെ നീല കളറും, ആകാശത്തിന് നീല, കടലിന് നീല കളർ കണ്ടപ്പോൾ ഹി എൻജോയ്ഡ് ഇറ്റ് ഷുവർ. പിന്നെ അദ്ദേഹം ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഈ കടലും അതുപോലെ ആകാശവും ഒക്കെ നീല കളറിൽ അല്ലെങ്കിൽ ബ്ലൂ കളറിൽ കാണുന്നതെന്ന്. തിരിച്ച് കൽക്കത്തയിൽ വന്നതിന് ശേഷം മൂപ്പര് അതിനെ പറ്റിയിട്ടുള്ള കുറേ പരീക്ഷണങ്ങൾ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് രാമൻ ഇഫക്റ്റ് കണ്ടുപിടിച്ചത്. അതായത് എന്താണ്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, അല്ലേ? അതായത് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം രശ്മി എന്ന് പറയുന്നത് 7 കളറുകൾ കൂടിയതാണ്. അതിൽ വേവ് ലെങ്ത് കൂടിയ കളറുകൾ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നു. വേവ് ലെങ്ത് കുറഞ്ഞ കളറുകളായിട്ടുള്ള ഇൻഡിഗോ, വയലറ്റ്, അതുപോലെ ബ്ലൂ, ഈ 3 എണ്ണം എന്താണ് അന്തരീക്ഷത്തിൽ സ്കാറ്റർ ചെയ്ത് കിടക്കും. അതുകൊണ്ടാണ് ഈ കടലും അതുപോലെ ആകാശവും ബ്ലൂ കളറായി കാണുന്നതെന്നാണ് നമ്മുടെ രാമൻ ഇഫക്റ്റ്, അല്ലെങ്കിൽ രാമൻ പറയുന്നത്, രാമൻ കണ്ടുപിടിച്ചത്. അത് 1928 ഈ കണ്ടുപിടുത്തത്തിന് ഹി വാസ് അവാർഡഡ് നൊബേൽ പ്രൈസ് ഇൻ ഫിസിക്സ് ആഫ്റ്റർ 2 years, ദാറ്റ് ഈസ് ഇൻ 1930. അതുപോലെ എന്താണ്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് ഒരു വാതിൽ തുറന്നു കൊടുത്തൊരു കണ്ടുപിടുത്തമാണ് ഈ രാമൻ ഇഫക്റ്റ്. ഇനി നമുക്ക് രാമൻ്റെ മറ്റ് കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ മറ്റ് പരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. അക്വാസ്റ്റിക്സ് ആൻഡ് മ്യൂസിക്. അക്വാസ്റ്റിക്സ് പറഞ്ഞു വെച്ചാൽ സൗണ്ട്. ഓക്കെ, മ്യൂസിക്, അതായത് ഹി കണ്ടക്റ്റഡ് പയനിയറിംഗ് റിസർച്ച് ഓൺ ദി അക്വാസ്റ്റിക്സ് ഓഫ് ഇന്ത്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പം ഇന്ത്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിന് സ്ട്രിങ്സ് ഒക്കെ അങ്ങനെ വെറുതെ തൊട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ശബ്ദം വരുന്നത്? ഹി സ്റ്റഡീഡ് ഓൺ ദോസ് ഇന്ത്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. പിന്നെ ഓപ്റ്റിക്സ് ആൻഡ് ലൈറ്റ്. നമുക്കറിയാം രാമൻ ഇഫക്റ്റ് തന്നെ ഓപ്റ്റിക്സ് ആയിരുന്നു. ഓപ്റ്റിക്സ് മീൻസ് ലൈറ്റ്. ഓക്കെ, ദെൻ ലൈറ്റ് കളർ ഇൻ വേരിയസ് സബ്സ്റ്റൻസസ്, അതായത് വേരിയസ് സബ്സ്റ്റൻസിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ അതിനുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. നിങ്ങൾ +2 സയൻസുകാരാണെന്നുണ്ടെങ്കിൽ +2 ഫിസിക്സ് അതൊക്കെ ചെയ്യുന്ന സമയത്ത്, പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രിസം പറഞ്ഞിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലൊരു പ്രിസത്തിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ എന്താണ്, ഇറ്റ് ഹാസ് ബീൻ ഡിസ്പേഴ്സ്ഡ് ഇൻ ടു 7 കളേഴ്സ് എന്നുള്ളത് നമ്മൾ റെക്കോർഡിലും ഒക്കെ വരച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടിട്ട് ലാബിൽ പോയിട്ട് അത് നമ്മൾ കണ്ടതാണ് നമ്മുടെ കണ്ണുകളുകൊണ്ട്.
ഓക്കെ, അപ്പോൾ അത് രാമൻ അതിനെ പറ്റിയിട്ട് കുറേ പഠിച്ചു. ദെൻ ക്രിസ്റ്റൽ ഡൈനാമിക്സ്, എന്തുകൊണ്ടാണ് ക്രിസ്റ്റലിന്, അതായത് ഇപ്പോൾ ഈ ഡയമണ്ട് ഒക്കെ അതിൻ്റെ മുകളിൽ ലൈറ്റ് തട്ടുമ്പോഴാണ് അത് ഇത്രയും തിളങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ട്, അപ്പോൾ അതിന് പലതരം ഡിസ്പേർഷൻസ് അല്ലെങ്കിൽ അതിന് പലതരം ഡിഫ്രാക്ഷൻസും ഡീവിയേഷൻസും സംഭവിക്കുന്നത് കൊണ്ടാണ് അത് ഇത്രയും ലൈറ്റായിട്ട് അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ഷൈനിങ് ആയിട്ട് ട്വിങ്ക്ലിംഗ് ആയിട്ട് കാണപ്പെടുന്നത് എന്നാണ് എന്നൊക്കെയുള്ള കുറേ പരീക്ഷണങ്ങൾ നമ്മുടെ സി വി രാമൻ കണ്ടക്ട് ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞു രാമൻ ആസ് എ കമ്മ്യൂണിക്കേറ്റർ, സയൻസ് കമ്മ്യൂണിക്കേറ്റർ, ഡുവൽ റോൾ ആസ് എ സയൻറ്റിസ്റ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റർ. ഹി വാസ് എ സയൻറ്റിസ്റ്റ്, ഓഫ് കോഴ്സ് ഹി വാസ് എ വെരി സിസ്റ്റമാറ്റിക് ആൻഡ് എ വെരി ഇൻഫ്ലുവൻസീവ് സയൻറ്റിസ്റ്റ്. ഇപ്പോൾ മൂപ്പരൊരു അക്കംപ്ലിഷ്ഡ് അല്ലെങ്കിൽ സക്സസ്ഫുൾ സയൻറ്റിസ്റ്റാണ്, നൊബേൽ പ്രൈസ് വരെ കിട്ടിയ ഒരു സയൻറ്റിസ്റ്റാണ് സി വി രാമൻ. renowned for his meticulous research and numerous contributions to physics. ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട് ആസ് എ സയൻറ്റിസ്റ്റ്, അതുപോലെ തന്നെ ഫിസിക്സിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഹി വാസ് ഓൾസോ ആൻ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അയാൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ജേർണൽസിലൂടെ ആയാലും പബ്ലിക് സ്പീച്ചിലൂടെ ആയാലും അദ്ദേഹം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. എന്താണ് ഇങ്ങനെ എത്തിച്ചത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഹി വാണ്ടഡ് ടു ഇൻഫ്ലുവൻസ് ദ ഫ്യൂച്ചർ ജനറേഷൻ. അതായത് കുറേ സയൻറ്റിസ്റ്റിൻ്റെ ഇടയിലുള്ള ലെക്ചർ അല്ലെങ്കിൽ ഒരു സെമിനാറിൽ പോയിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലി ഇൻ്റലക്ച്വൽസ് ഓർ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ വിൽ ബി ദെയർ. അപ്പോൾ അവരിലേക്ക് മാത്രമായിരിക്കാം രാമൻ അങ്ങനെ ആ ഒരു നോളജ് എത്തിക്കുന്നത്. നേരെ മറിച്ച് ഒരു പബ്ലിക്കിലേക്ക് പോയിട്ട് സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ സിമ്പിൾ ലാംഗ്വേജിൽ സിമ്പിളായ രീതിയിൽ അത് മൂപ്പര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പബ്ലിക്കിലുള്ള സാധാരണക്കാരിലെ ചെറിയ കുട്ടികൾ, ഫ്യൂച്ചർ ജനറേഷൻ അത് കേൾക്കുകയും അതിൽ ഇൻസ്പയർഡ് ആവുകയും ചെയ്യും. അവരിലാണ് രാമൻ എന്ത് കണ്ടത്, ഫ്യൂച്ചർ സയൻറ്റിസ്റ്റുകളെ കണ്ടത്. അതുകൊണ്ട് തന്നെ അയാളുടെ ഒരു പബ്ലിക് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള രീതിയിലുള്ള ഒരു റോൾ പറഞ്ഞു ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹി എൻഗേജ്ഡ് പബ്ലിക് ലെക്ചറേഴ്സ്, റോട്ട് പോപ്പുലർ ആർട്ടിക്കിൾസ് ആൻഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ മീഡിയ ബ്രോഡ്കാസ്റ്റ്. ഓക്കെ, ഇതെല്ലാം എന്താണ്, സയൻസ് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. മീഡിയ ബ്രോഡ്കാസ്റ്റ് മീൻസ് അന്ന് റേഡിയോ ഒക്കെ ആയിരിക്കാം, റേഡിയോയിൽ അയാൾ എന്താ പറയുക സ്പീച്ചൊക്കെ നടത്തിയിരുന്നു. പിന്നെ പബ്ലിക്കുമായിട്ട് കോൺവെർസേഷൻസ് നടത്തിയിരുന്നു. believed in the importance of disseminating scientific knowledge to the general public and inspiring future generations. ഓക്കെ, മൂപ്പരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളേജ്, അയാൾക്ക് അറിയുന്ന നോളേജ് അല്ലെങ്കിൽ സയൻറ്റിഫിക് നോളേജ് സാധാരണക്കാരിലേക്ക് എത്തിക്കുക, ഫ്യൂച്ചർ ജനറേഷനെ ഇൻസ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു. ഇത് നമ്മുടെ സി വി രാമൻ്റെ ആസ് എ കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള ചാപ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ കാണുക, മനസ്സിലാക്കുക. ഇതിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേർഷൻ വേറെ ഉണ്ട്, ഇത് കണ്ടതിന് ശേഷം അതും കൂടെ ഒന്ന് കാണാം. ഓക്കെ, ബിക്കോസ് യു ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.